ഇപ്പോൾ മനോജ് പറഞ്ഞ പോലെ നമ്മൾ സ്പിരിച്വൽ ലെവലിൽ ഒരാളുടെ ഗോള് കണ്ടെത്തിയേ പറ്റൂ. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മെൻ്റൽ ലെവലിലുണ്ട്, സൈക്കോളജിക്കൽ ലെവലിലുണ്ട്. അതും കഴിഞ്ഞിട്ട് ആ മെൻ്റൽ പാറ്റേൺ ബിൽഡ് ചെയ്തിട്ടുള്ള ഹാബിച്വൽ പാറ്റേൺസ് ഉണ്ട്, ഫിസിക്കൽ പാറ്റേൺസ് ഉണ്ട്. അപ്പോൾ ഫിസിക്കൽ പാറ്റേൺസിനെ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് യോഗ, മെഡിറ്റേഷൻ, ആ ഒരു യോഗ മെഡിറ്റേഷൻ കൊടുക്കാം നമുക്ക്. അതുകൂടാതെ തന്നെ ജേർണലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് തോട്ടാണ് അവർക്ക് വരുന്നതെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഇല്ലാത്തതാണ് അവരെല്ലാത്തിൻ്റെയും പ്രോബ്ലം. അപ്പോൾ അവർക്കൊരു തോട്ട് വരുന്നു, ഒരു ഇമോഷൻ വരുന്നു, അവരതിനെ കാണുന്നു, എനിക്കിത് വന്നു അല്ലേ, ഈ വന്നത് എൻ്റെ സിറ്റുവേഷനാണ്, ഈ സിറ്റുവേഷനെ ഇവർ കാണാൻ പറ്റുന്നുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പഴി പറയാതെ. ഇവിടെയാണ് സെൽഫ് ലവിൻ്റെ നേരത്തെ പറഞ്ഞ സാധനവും കൂടെ ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഞാൻ പഴി പറയുന്നില്ല, എൻ്റെ സിറ്റുവേഷൻ ഞാൻ ഗ്രൗണ്ടഡ് ആണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ട്, ശരി ഇനി എന്ത് ചെയ്യാം. ഈ വരുന്ന പ്രോബ്ലത്തിനെ എടുത്ത് അനലൈസ് ചെയ്യാനായിട്ട് ഈ പ്രോബ്ലം ഞാനല്ല എന്നുള്ളൊരു അറിവ് വേണം അവർക്ക്, അല്ലേ. ബൈ തിയറി അല്ല, ബൈ എക്സ്പീരിയൻഷ്യൽ ലെവലിൽ അവർക്കൊരു അറിവ് വേണം, ഈ പ്രോബ്ലം ഞാനല്ല, ഇതെൻ്റെ ഒരു സിറ്റുവേഷൻ മാത്രമാണ്. അങ്ങനെ ഒരു അറിവ് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആ പ്രോബ്ലത്തിനെ മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെന്ത് ചെയ്യണമെന്നും അതുകൂടാതെ അതിന് വേറെ എന്ത് സാധനം അതിന് പകരം നമുക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രോബ്ലത്തിനോടുള്ള കൈൻഡ് ഓഫ് ഇവരുടെ അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, ആ പേഴ്സ്പെക്റ്റീവ് തന്നെ മാറി അടുത്ത ഒരു 3-4 പ്രാവശ്യം ഇത് വരുമ്പോൾ സിമിലർ പാറ്റേണിൽ ഇവർ ഇതിനെ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ ത്രൂ. പക്ഷേ ഇനിയും ഇത് വന്നുകൂടായികയില്ല. അവിടെയാണ് നമ്മുടെ പ്രാക്ടീസസ് ഇവരെ ഈ പറയുന്ന യോഗയാണേലും ഈ പറയുന്ന മൈൻഡ്ഫുൾനെസ് ആണെങ്കിലും എല്ലാം ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ്.